Hello guys, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Casio FX 991 ES Plus എന്ന കാൽക്കുലേറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്നാണ്. സോ ഫസ്റ്റ് നമുക്ക് ഒരു ഡിറ്റർമിനന്റ് ഉണ്ട്. ഇത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിലത്തെ വാല്യൂസ് ഒരു മെട്രിക്സിലോട്ട് എൻ്റർ ചെയ്യുക എന്നതാണ്. നമുക്ക് കാൽക്കുലേറ്റർ നോക്കിയാൽ മനസ്സിലാകും ഇതിനകത്ത് മെട്രിക്സ് എന്ന് എഴുതിയേക്കുന്ന ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മോഡ് എടുക്കുക. മോഡ് എടുത്തതിന് ശേഷം നമുക്ക് മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ അഥവാ 6 പ്രസ് ചെയ്യുക. അതിനുശേഷം ഏത് മെട്രിക്സ് ആണെന്ന് നോക്കും, അത് മെട്രിക്സ് എ എന്ന് കൊടുക്കുക. അതിന് കറസ്പോണ്ടിങ് നമ്പർ 1 പ്രസ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ സൈസ് പറയുക. ഇത് 3x3 മെട്രിക്സ് ആണ്. 3 റോ 3 കോളം, അതായത് ഇത് 3x3 മെട്രിക്സിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ 1 പ്രസ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ വാല്യൂസ് എൻ്റർ ചെയ്യുക. ഫസ്റ്റ് 1 പ്രസ് ചെയ്തിട്ട് ഈക്വൽ ടു ബട്ടൺ അടിക്കുക. പിന്നീട് 0, പിന്നീട് 1, പിന്നീട് 2, പിന്നീട് 0, പിന്നീട് 1, പിന്നീട് 1, പിന്നീട് 1, അവസാനം 2. അതിനുശേഷം ഒന്നുകൂടി എൻ്റർ അടിച്ചിട്ട് ജസ്റ്റ് ഓഫ് ബട്ടൺ അടിക്കുക അഥവാ ഓൺ ബട്ടൺ. അതിനുശേഷം നമുക്ക് ഡിറ്റർമിനൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മെട്രിക്സ് എടുക്കാം മഞ്ഞ കളറല്ലേ. അപ്പോൾ മഞ്ഞ കളറായിട്ടുള്ള ഷിഫ്റ്റ് അടിക്കാം. ഷിഫ്റ്റ് അടിച്ചിട്ട് മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ 4 അടിക്കാം. 4 അടിക്കുമ്പോൾ കുറേ സംഭവങ്ങൾ വരും. ഇതിനകത്ത് ഡിറ്റർമിനൻ്റ് എന്നാണ് DET കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിറ്റർമിനൻറ്റിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ 7 അടിക്കാം. 7. അതിനുശേഷം ഡിറ്റർമിനൻറ്റ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് കാണേണ്ടതെന്ന് ആണ് ചോദിച്ചേക്കണം. അപ്പോൾ നമുക്കറിയാം മെട്രിക്സ് എയുടെ ഡിറ്റർമിനൻ്റ് ആണ്. കാരണം നമ്മൾ മെട്രിക്സ് എയിലോട്ടാണ് നേരത്തെ എൻ്റർ ചെയ്തേക്കണം വാല്യൂ എല്ലാം കയറി പോയേക്കണം. അപ്പോൾ മെട്രിക്സ് എ എടുക്കാം. മെട്രിക്സ് വെക്കണമെങ്കിൽ മഞ്ഞ കളർ ഷിഫ്റ്റ് അടിക്കാം. മെട്രിക്സ് എ. അപ്പോൾ കറസ്പോണ്ടിങ് നമ്പർ 3 നോക്കുമ്പോൾ തന്നെ മെട്രിക്സ് എന്ന് പറയും. 1 ആണ് കിട്ടുക. നോക്കാം. 1 ഇൻറ്റു 0 മൈനസ് 1 മൈനസ് 0 ഇൻറ്റു 0 എന്തായാലും കുഴപ്പമില്ല പ്ലസ് 1 ഇൻറ്റു 82. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 1 കിട്ടും. ഇത് തെറ്റാണെങ്കിൽ ഇത് നോക്കിയാൽ മതി. ഇത് കറക്റ്റാണ്. കറക്റ്റല്ലേ? നോക്കിയേ. വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് നോക്കിയോ. ഗൈസ്, എൻ്റെ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ഞാൻ ഇതുപോലത്തെ ഒരുപാട് സയൻറ്റിഫിക് കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇടുന്നതാണ്. താങ്ക് യു സോ മച്ച്.